ബ്രിട്ടൻ അവിടെ അധികാരമാറ്റത്തിന്റെ സ്വരങ്ങൾ അത് കേട്ടു തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ നമ്മൾ ആ വാർത്തയിൽ വളരെ കാര്യമായി തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ലേബർ പാർട്ടി ഏറെ മുന്നിലാണ് എന്നുള്ളതാണ് വിവരം. 157 സീറ്റിലാണ് ഇപ്പോൾ ലേബർ പാർട്ടി ലീഡ് ചെയ്യുന്നത്. സുഫി, രാവിലെ തന്നെ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് സംസാരിച്ചിരുന്നു. അതിൽ തന്നെ വ്യക്തതയുണ്ടായിരുന്നു എത്രമാത്രം മുന്നേറ്റമാണ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും ഏറ്റവും ഒടുവിലത്തെ ആ ഒരു ലീഡ് നില എന്താണ്? എൽദോ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ എന്താണോ എക്സിറ്റ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അതേ രീതിയിലേക്ക് തന്നെയാണ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ലേബർ പാർട്ടി 157 സീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടി അതേസമയം 25 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 18 സീറ്റുകൾ, റഫറൽ UK പാർട്ടി 3 സീറ്റുകൾ, IND 2 സീറ്റുകളുമാണ് നേടിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഗ്രീൻ പാർട്ടിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഗ്രീൻ പാർട്ടിയുടെ സീറ്റുകൾ സൂചിപ്പിക്കുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം 2019 ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ലേബർ പാർട്ടി ഇപ്പോൾ നേടിയിരിക്കുന്നത് 157 സീറ്റാണ്. 2019 ഈ സമയത്ത് ലേബർ പാർട്ടിക്ക് വെറും 64 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 64 സീറ്റുകൾ കൂടുതലാണ് ഉണ്ടായിരുന്നത്. കൺസർവേറ്റീവ് പാർട്ടിക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരുന്നത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 2019 76 സീറ്റ് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 15 സീറ്റുകൾ കൂടുതലായി വന്നു. ഈ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി അതുപോലെ തന്നെ റഫറൽ പാർട്ടി, ഈ പാർട്ടികളാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ടുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും നിർണായകമായ തെരഞ്ഞെടുപ്പ്, ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണോ സൂചിപ്പിച്ചത്, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആദ്യം 410 സീറ്റായിരുന്നു, ഇപ്പോൾ പറയുന്നത് 405 സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക്. കൺസർവേറ്റീവ് പാർട്ടിക്ക് 154 സീറ്റുകൾ എന്ന രീതിയിലേക്ക് മാറുന്നു. എന്താണോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അതേ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും വരുന്നത്. കീർ സ്റ്റാർമർ അധികാരത്തിലെത്തും എന്ന സൂചനകളാണ് വരുന്നത്. ഈ ബ്രിട്ടനിൽ ഒരു അധികാര കൈമാറ്റം നടക്കുന്നു. 14 വർഷമായി കുത്തക ഭരണമായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നടത്തിയിരുന്നത്. വലിയ തോതിലുള്ള പ്രതിസന്ധി സാധാരണക്കാർ അനുഭവിക്കുകയും ചെയ്തിരുന്നു. കുടിയേറ്റ പ്രശ്നം, സാമ്പത്തിക മാന്ദ്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ തോതിൽ നേരിട്ടിരുന്നു. അതിനെല്ലാം പരിഹാരം എന്ന രീതിയിൽ ജനങ്ങളുടെ ജനവിധി അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ ജനവിധിയിൽ ലേബർ പാർട്ടി മുന്നേറുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. എൽദോ, ഓക്കെ, എന്നാലും അവിടെ ബ്രിട്ടനിൽ അധികാരമാറ്റത്തിന്റെ സമയമാണ്. അധികാരമാറ്റം എന്നാൽ ഋഷി സുനകിന് ഭരണം നഷ്ടമാകുന്നു. ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്, ഇനിയുമുണ്ട് വോട്ടെണ്ണി തീർക്കാൻ. പക്ഷേ അപ്പോഴും 157 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ലേബർ പാർട്ടി എന്നുള്ളതാണ്. സ്റ്റാർമർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസമായി ഇത് മാറുന്നു. ജൂലൈ 5 എന്നുള്ളതാണ്. എന്നാലും ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഈ ഭരണവിരുദ്ധ വികാരവും കുടിയേറ്റ പ്രശ്നം, വിലക്കയറ്റം അങ്ങനെ നീളുന്നു. സ്വന്തം കോട്ടകൊത്തളങ്ങളിൽ പോലും വലിയ തോതിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് എന്നുള്ളത്. എന്നാൽ ഹൗസ് ഓഫ് കോമൺസിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ലീഡ് സ്വന്തമാക്കുന്നു ലേബർ പാർട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സുബിയിലേക്ക് വീണ്ടും പോവുകയാണ്. സുബി, സ്റ്റാർമറുടെ ക്യാമ്പിൽ അവിടെ ആഘോഷം തുടങ്ങിയെന്ന് തോന്നുന്നു. അവർ വിജയം ഉറപ്പിച്ചതിന്റെ ഒരു ആഘോഷ പ്രകടനങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. തീർച്ചയായും കീർ സ്റ്റാർമറുടെ ക്യാമ്പിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ബ്രിട്ടന്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും ഫലമായി വരിക. അത് ഇന്ത്യയിലെ പോലെയല്ല, അങ്ങനെ തെറ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല ബ്രിട്ടനിൽ. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ മുതൽ തന്നെ സ്റ്റാർമറുടെ കോട്ടയിൽ ആഘോഷത്തിമർപ്പുകൾ കാണാൻ സാധിച്ചിരുന്നു. ഇത്തവണയും അത് ഉണ്ടാകും. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഭിഭാഷകനായിരുന്നു സ്റ്റാർമർ. 2015 അദ്ദേഹം പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയുണ്ടായി. ജെറമി കോർബിൻ ആയിരുന്നു അവിടെ ലേബർ പാർട്ടിയിൽ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നത്. എങ്കിൽ ഇത്തവണ ജെറമി കോർബിൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും
അവിടെ ജെറമി കോർബിൻ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഫലങ്ങളാണ് പുറത്തുവരുന്നത്. സ്റ്റാർമർക്ക് വലിയ വിജയത്തിലേക്ക് എത്തുന്നു. 1945 ജൂലൈ 5-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു വിജയം ലേബർ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അന്ന് കൺസർവേറ്റീവ് പാർട്ടിയുടെ വിൻസ്റ്റൺ ചർച്ചിലിനെയാണ് ലേബർ പാർട്ടി പരാജയപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു മികച്ച വിജയത്തിലേക്ക് ലേബർ പാർട്ടി അടുക്കുന്നു എന്ന് വേണം പറയാൻ. അനുനിമിഷം ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ 157 ആയിരുന്നു ലേബർ പാർട്ടിക്ക് എങ്കിൽ ഇപ്പോൾ നിലവിൽ 170 സീറ്റുകളായി ലേബർ പാർട്ടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. 2019 ലഭിച്ചതിനേക്കാൾ 69 സീറ്റുകൾ ലേബർ പാർട്ടി മുന്നിലാണ്. കൺസർവേറ്റീവ് പാർട്ടി 27 സീറ്റുകളിലേക്ക് നിൽക്കുന്നു. അതിൽ ഏറ്റവും വലിയ കനത്ത നഷ്ടമാണ് കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളത്. 82 സീറ്റുകൾ കുറവാണ്. കഴിഞ്ഞ 2019 82 സീറ്റുകൾ കുറവാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 19 സീറ്റിലേക്ക് എത്തി നിൽക്കുന്നു. അതായത് 16 സീറ്റുകൾ 2019 16 സീറ്റുകൾ കൂടുതലാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക്. അതുപോലെ തന്നെ റഫറൽ യു കെ പാർട്ടി 3 സീറ്റുകൾ മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റവും വലതുപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് റഫറൽ യു കെ എന്ന് പറയുന്ന പാർട്ടി. ആ പാർട്ടി 3 സീറ്റുകളിലേക്ക് നിൽക്കുന്നു. ഈ റഫറൽ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ സീറ്റുകൾ കൊണ്ടുപോകുന്നത് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണോ സൂചിപ്പിക്കുന്നത് അതിലേക്ക് തന്നെ വരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 405 ആയിരുന്നു ലേബർ പാർട്ടിക്ക്, കൺസർവേറ്റീവ് പാർട്ടിക്ക് 154 ഈ ഫലങ്ങൾ ഏതാണ്ട് ചെറിയ തോതിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസുകൾ മാത്രമാണ് ഉണ്ടാവുക. ഏതായാലും 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലേക്ക് എത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. ബ്രിട്ടൻ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തിയെ ആര് ഭരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വലിയ നിർണായകമാണ്. നമുക്ക് അതായത് ഇന്ത്യക്ക് ഋഷി സുനക് വന്ന സാഹചര്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സൗഹൃദ ബന്ധം പുനഃസ്ഥാപിക്കാനും മറ്റും സാധിച്ചിരുന്നു. എന്നാൽ ഇനി സ്റ്റാർമർ വരുന്ന ഒരു സ്റ്റാർമർ യുഗത്തിലേക്ക് എത്തുമ്പോൾ അത് സ്റ്റാർമർ യുഗത്തിലേക്കാണ് ബ്രിട്ടൻ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ എന്താണ് ബ്രിട്ടൻ അധികാരമാറ്റത്തിലേക്ക് എത്തുന്നു. ആ ടേം ഋഷി സുനകിന്റെ ആ ടേം അവസാനിക്കുകയാണ്. ഒപ്പം കൺസർവേറ്റീവ് പാർട്ടിയുടേതും ചരിത്രം അത് വീണ്ടും വഴിമാറുകയാണ്. ലേബർ പാർട്ടി ഏറ്റെടുക്കുന്നു ബ്രിട്ടനിലെ ഭരണം. എന്നാലും ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ഇപ്പോൾ സുവി വിശ്വനാഥൻ പങ്കുവച്ചത്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക്, പൊളിറ്റിക്കൽ വാർത്തകളിലേക്ക് ഒക്കെ നമുക്ക് എത്താം.